ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ തന്നെ എങ്ങനെ ഷവർമ തയ്യാറാക്കിയെടുക്കാമെന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുബൂസിന് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ചെറുതായി പൊങ്ങി വന്നത് കാണാം. ആ സമയം നമുക്ക് മൈദയിലേക്ക്, ഞാനിവിടെ 400 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തടവി വെക്കുകയാണ്. അതിനുശേഷം ഒരു നനഞ്ഞ കിച്ചൺ ടവൽ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയം ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടേ ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളി. നിങ്ങൾക്ക് പേസ്റ്റ് ആക്കി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഞാൻ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നീട് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1 മണിക്കൂറോളം നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം കടായി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ആ സമയം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഓരോ ബോളുകളാക്കി ഉരുട്ടി വെക്കാം. പിന്നെ ഇവിടെ 400 ഗ്രാം മൈദ കുഴച്ചെടുത്തപ്പോൾ എനിക്കിവിടെ 12 ബോളുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്നത് പോലെ ഒരുപാട് കട്ടി കുറയ്ക്കാൻ പാടില്ല, ചെറിയ ഒരു കട്ടി ഇതിന് വേണം. അപ്പോൾ ആ രീതിയിലൊന്ന് പരത്തിയെടുക്കാം.
അതിനുശേഷം ഇത് ചുട്ടെടുക്കാം. ചപ്പാത്തി പോലെ ഒരുപാട് വേവില്ല, രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടിങ്ങനെ പൊള്ളി വരും. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കുബൂസ്. വേഗം തന്നെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയുള്ള പരിപാടി നോക്കാം. അതിലേക്ക് ഞാൻ ആദ്യം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇവിടെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 1/4 കപ്പോളം സവാള എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുക്കുംബർ അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടാം. തക്കാളി, അതുപോലെ തന്നെ ക്യാബേജ്, പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുബൂസിലേക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മയോണൈസ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.